കഴിഞ്ഞ ഭാഗം എല്ലാവരും പഠിച്ചല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. So far we have discussed the introduction of this chapter, plant kingdom, and now I think we can move on to the deeper sessions. I have already told you that the subgroups of plant kingdom are cryptogamy and phanerogamy. Cryptogamy are without seeds, and under that we will study algae, bryophytes and pteridophytes. So now we can discuss algae. Do you know what are algae? Have you seen algae? Okay, now I will show you some pictures of algae. So these are algae. Okay, you can see underwater also. This is an aquatic. Now we can read this. Algae. Algae are chlorophyll bearing, simple, thalloid, autotrophic and largely aquatic, that is both freshwater and marine organisms. They occur in a variety of other habitats, moist stones, soils and wood. Some of them also occur in association with the fungi, that is called a lichen, and animals. Example on sloth bear. So, നമ്മൾ ആൽഗയുടെ പിക്ചേഴ്സ് ഒക്കെ കണ്ടു. ആൽഗേസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് സെൻറ്റൻസിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് പറയുകയാണ് ഇവിടെ. സോ നമുക്കിത് എന്താണെന്ന് നോക്കാം. ആസ് വി ഓൾ നോ ദാറ്റ് chlorophyll is a plant pigment that is essential for photosynthesis, and algae also bear chlorophyll. They are simple structures and they are thalloid. What do you mean by thalloid? Okay, I will give you a note about thallus. If you want, you can take a screenshot and study this, the definition of thallus. Okay, സിമ്പിൾ ആയിട്ട് താലസ് എന്ന് പറഞ്ഞാൽ അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ്. അതായത് ഒരു പ്ലാന്റിന് അതിൻ്റേതായിട്ട് റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് എന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഓരോ ബോഡി പാർട്സ് പറയുമല്ലോ. അങ്ങനെ പറയാനില്ല. അതിലും താഴേതുള്ള ഒരു ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അതിന് ഡിഫറൻഷ്യേറ്റഡ് ബോഡി ആയിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ താലസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ട്രൂ ആയിട്ടുള്ള റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നും തന്നെ കാണത്തില്ല. ഓക്കെ, ഹിയർ ഓൾസോ ആൽഗീസ് ആർ താലോയിഡ്. ടെക്സ്റ്റിൽ ഈ താലോയിഡ് എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് മേലിൽ എഴുതിക്കോ അൺഡിഫറൻഷ്യേറ്റഡ് ബോഡി. അതായത് ട്രൂ സ്റ്റെമ്മോ ട്രൂ റൂട്ടോ ട്രൂ ലീവ്സോ ഒന്നും തന്നെ ഇല്ല. റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ദേ ആർ ഓട്ടോട്രോഫിക്. ദാറ്റ് മീൻസ് സ്വയം ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ഓക്കെ, ആൻഡ് ഓൾസോ ദേ ആർ ലാർജ്ലി അക്വാട്ടിക് ആണ്. ഞാനിപ്പോൾ പടം കാണിച്ചിരുന്നു. അതിൽ നമ്മൾ ഫ്രഷ് വാട്ടറും കണ്ടു, മറൈനും കണ്ടു. കടലിനടിയിലും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും ആൽഗീസ് വളരും. ദേ ഒക്കർ ഇൻ എ വെറൈറ്റി ഓഫ് അതർ ഹാബിറ്ററ്റ്സ്. അവരുടെ ഹാബിറ്ററ്റ്സ് നോക്കുകയാണെങ്കിൽ മോയിസ്റ്റ് സ്റ്റോൺസ്, സോയിൽ ആൻഡ് വുഡ് എല്ലായിടത്തും ഉണ്ട്. സം ഓഫ് ദം ഓൾസോ ഒക്കർ ഇൻ അസോസിയേഷൻ വിത്ത് ഫഞ്ചൈ. ഫഞ്ചൈയുമായിട്ടുള്ള അസോസിയേഷനിലായിട്ടും കാണുന്നു. അതായത് ലൈക്കൻസ് അറിയാലോ, ഫംഗൽ അസോസിയേഷൻ വിത്ത് ആൽഗേസ് ആണ് ലൈക്കൻ. ആൻഡ് ഓൾസോ ദേ ആർ ഫൗണ്ട് ഇൻ ഓൺ ആനിമൽസ്. ആനിമൽസിൻ്റെ ശരീരത്തിലുമുണ്ട്. അതിന് എക്സാമ്പിളാണ് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ആസ് ഓൺ സ്ലോത്ത് ബിയർ. വി ക്യാൻ ഫൗണ്ട് ആൽഗേസ് ഓൺ സ്ലോത്ത് ബിയർ. നമുക്കിപ്പോൾ ലൈക്കൻ എന്നൊരു വാക്ക് പറഞ്ഞു. ലൈക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗൽ അസോസിയേഷൻ വിത്ത് ആൽഗെ. ആൽഗയും ഫംഗസും കൂടെ ഒന്നിച്ച് കാണുന്നതിനാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഈ ലൈക്കൻ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലൈക്കൻ എന്താണെന്ന്? ഇപ്പോൾ ലൈക്കൻ്റെ ഒരു പടമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മരത്തിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ, പാറപ്പുറത്തും ഒക്കെ, പാറയുടെ പുറത്തുമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതാണ് ലൈക്കൻ എന്ന് പറയുന്നത്. കാണുമ്പോൾ ഒരു സിംഗിൾ ഓർഗാനിസം ആണെന്ന് തോന്നുമെങ്കിലും ഇതിൽ ആൽഗയും ഫംഗസും ഉണ്ട്. അവ രണ്ടുപേരും മ്യൂച്വലിസം എന്നൊരു കൺസെപ്റ്റിൽ രണ്ടിനും പോസിറ്റീവ് ബെനഫിറ്റ്സ് കിട്ടുന്ന രീതിയിലാണ് ഇവർ ജീവിക്കുന്നത്. ഓക്കെ, അതാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. അപ്പം ആൽഗയെക്കുറിച്ചുള്ളൊരു ജനറൽ ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ കണ്ടത്. So we can read the next paragraph. The form and size of algae is highly variable, ranging from colonial forms like volvox and the filamentous forms like ulothrix and spirogyra. Okay, ഇത് ഫിഗർ തന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. സോ നമ്മളിപ്പോൾ പറഞ്ഞു ഫിലമെൻ്റസ് ഫോം ആയിട്ടും കാണുന്നു, അതുപോലെ തന്നെ കൊളോണിയൽ ഫോമിലും കാണുന്നു. കോളനി ആയിട്ട് കണ്ടോ ആൽഗേസ് കാണും. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ അതിൻ്റെ ഡോട്ടർ കോളനീസ് നമുക്ക് കാണാൻ പറ്റും. പേരൻറ്റ് കോളനിയാണ് ഈ വലിയത് കാണുന്നത്. അപ്പം ഇതിൻ്റെ പേരാണ് വോൾവോക്സ്. കൊളോണിയൽ ഫോമും ഉണ്ട്, കോളനി ആയിട്ട് താമസിക്കുന്നത് കൊണ്ട് ഇതിനെ സ്ലെൻഡർ ലൈക്ക് അല്ലെങ്കിൽ ഫിലമെൻ്റസ് ആയിട്ട് പോകുന്ന ആ സ്ട്രക്ചറിലും ആൽഗീസ് ഉണ്ട്. ഓക്കെ, എ ഫ്യൂ ഓഫ് ദ മറൈൻ ഫോംസ് സച്ച് എസ് കെൽപ്സ്,
ഫോർ മാസീവ് പ്ലാന്റ് ബോഡീസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചെറിയ കോളനീസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിലമെൻ്റസ് ഫോംസും ഉണ്ട്. അതൊന്നും അല്ലാതെ മാസീവായിട്ട് വളരുന്ന കെൽപ്പുകൾ പോലെയുള്ള മറൈൻ ഫോം ഓഫ് ആൽഗെ. ഇൻ ടോട്ടൽ ഫോം ആൻഡ് സൈസ് ഓഫ് ആൽഗെ മേ ഡിഫർ റേഞ്ചിങ് ഫ്രം കോളനി, ഫിലമെൻ്റസ് ആൻഡ് ഓൾസോ ഇൻ ടു എ മാസീവ് ഫോം. ഓരോ എക്സാമ്പിളും പഠിച്ചു വെക്കുക. കോളനിക്ക് വോൾവോക്സ് ആണ്, ഫിലമെൻ്റസ് ഫോമിന് എക്സാമ്പിൾ ഉലോത്രിക്സും സ്പൈറോഗൈരയുമാണ്. അതുപോലെ മാസീവ് പ്ലാന്റ് ബോഡീസിന് എക്സാമ്പിളായിട്ട് കെൽപ്പ്, മറൈനായിട്ട് വളരുന്ന കെൽപ്പുകൾ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം കൊണ്ട് ആൽഗയുടെ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിലേക്കാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ അത് പഠിക്കാം, അത് വായിക്കാം നമുക്ക്. ദ ആൽഗെ റീപ്രൊഡ്യൂസ് ബൈ വെജിറ്റേറ്റീവ്, അസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ മെത്തേഡ്സ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനും ആൽഗയിലുണ്ട്. വെജിറ്റേറ്റീവ് ടൈപ്പും ഉണ്ട്, അസെക്ഷുവലും ഉണ്ട്, സെക്ഷുവലും ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഡെവലപ്സ് ഇൻ ടു എ താലസ്. ഓക്കെ, അപ്പം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ ആൽഗേസ് എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ മെത്തേഡ് വഴിയാണ്. വാട്ട് ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ? താലോയിഡ് സ്ട്രക്ചർ ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് ഈച്ച് ഫ്രാഗ്മെൻറ്റ് വിൽ ഡെവലപ്പ് ഇൻ ടു എ താലസ്. ഓരോ ഫ്രാഗ്മെൻറ്റും ഓരോരോ പുതിയ ഓർഗാനിസമായിട്ട് മാറും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ആൽഗെ ഈസ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. And asexual reproduction is by the production of different types of spores, the most common being the zoospores. Asexual reproduction മെയിനായിട്ട് സ്പോറുകൾ വഴിയായിരിക്കും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ആൽഗയുടെ കാര്യത്തിൽ വന്നപ്പം ഇറ്റ് ഈസ് ബൈ zoospores. And what are zoospores? They are flagellated, that is motile, and on germination give rise to new plants. So in asexual reproduction, these zoospores which having flagella, they are flagellated. Flagella ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? They can move, they are motile. അതാണ് ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് motile ആണെന്ന്. And on germination give rise to new plants. These will germinate and form new plants. That is by the method of asexual reproduction. And the next method is bisexual reproduction. Sexual reproduction takes place through fusion of 2 gametes. So sexual reproduction takes place by the fusion of gamete. 2 ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ട് അടുത്ത പ്ലാന്റ് ബോഡി ഉണ്ടാകുന്നതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ദീസ് ഗാമീറ്റ്സ് ക്യാൻ ബി ഫ്ലജല്ലേറ്റഡ് ആൻഡ് സിമിലർ ഇൻ സൈസ് ആസ് ഇൻ ഉളോത്രിക്സ്, ഓർ നോൺ ഫ്ലജല്ലേറ്റഡ്, നോൺ മോട്ടൈൽ ബട്ട് സിമിലർ ഇൻ സൈസ് ആസ് ഇൻ സ്പൈറോഗൈറ. സച്ച് റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഐസോഗ്യാമസ്. ഈ ഗമീറ്റുകളുടെ പ്രത്യേകത അനുസരിച്ചാണ് ഐസോഗ്യാമസ് എന്നും അനൈസോഗ്യാമസ് എന്നും തിരിച്ചിരിക്കുന്നത്. നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 ഗമീറ്റുകൾ ഒരേ സൈസ് ആണെന്ന് കരുതുക. അതിനെയാണ് ഐസോഗ്യാമസ് എന്ന് വിളിക്കുന്നത്. ഐസോഗ്യാമിയിൽ തന്നെ ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ഉളോത്രിക്സും അതുപോലെ തന്നെ സ്പൈറോഗൈറയിലുമാണ്. ഉളോത്രിക്സിൽ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ദീസ് ഗമീറ്റ്സ് ക്യാൻ ബി ഫ്ലജല്ലേറ്റഡ്. ഐസോഗ്യാമസ് ആയിട്ടുള്ളത് എവിടെ കാണാം? നമുക്ക് ഉളോത്രിക്സിൽ കാണാമെന്ന് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നോൺ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എവിടെ കാണാം? നോൺ ഫ്ലജല്ലേറ്റഡ്, നോൺ മോട്ടൈൽ ബട്ട് സിമിലർ ഇൻ സൈസ്. അപ്പോൾ ഈ 2 ഫ്ലജല്ല ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് സ്പൈറോഗൈറെ പറയാം. ദാറ്റ് ഈസ് 2 ഗമീറ്റുകൾ കൂടി ചേർന്നാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആ 2 ഗമീറ്റ് രണ്ടും സിമിലർ സൈസ് ആണെങ്കിൽ അതിനെയാണ് ഐസോഗമി എന്ന് പറയുന്നത്, ഐസോഗ്യാമസ്. അത് രണ്ടും ഡിഫറെൻറ്റ് സൈസ് ആണെങ്കിൽ അതിനെ അനൈസോഗാമസ് എന്നും വിളിക്കാം. ഓക്കെ, അനൈസോഗാമസ് ദാറ്റ് മീൻസ് fusion of 2 gametes dissimilar in size as in the species of Eudorina is termed as aneisogamous. Aneisogamous ആയിട്ടുള്ളത് 2 ഗമീറ്റും dissimilar ആണ്, സൈസ് രണ്ടും 2 ആണെങ്കിൽ. ഫ്യൂഷൻ ബിറ്റ്വീൻ 1 large non-motile, ഒരു ലാർജ് നോൺ മോട്ടൈലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫീമെയിൽ ഗമീറ്റും, ഇതിപ്പോൾ ഫീമെയിൽ ഗമീറ്റ് ആണെന്ന് കരുതുക, ആൻഡ് എ സ്മോളർ മോട്ടൈൽ, അപ്പോൾ ഫ്ലജല്ല ഉണ്ട്. ഫ്യൂഷൻ ബിറ്റ്വീൻ 1 large non-motile, that is static female gamete, and a smaller motile male gamete is termed as oogamous. oogamous അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ലാർജ് ഫീമെയിൽ ഗമീറ്റും സ്മോളർ ആയിട്ടുള്ള മെയിൽ ഗാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു, അങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. അതാണ് oogamous. സ്മോളർ വൺ ഈസ് മെയിൽ ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് ഫ്ലജല്ല. ഫ്ലജല്ല കണ്ടോ? ഫ്ലജല്ല ഉണ്ട്, and so it can move. But the large one, that is the female gamete, do not possess any flagella,
So it cannot move, it is a static one, and the fusion between these two gametes is called oogamous or oogamy. അതാണ് നമ്മൾ oogamous എന്ന് പറയുന്നത്. So example of oogamy is volvox and focus. So as an overview, we can say that algae reproduce by 3 methods: vegetative, sexual and asexual methods are there. Okay, vegetative by the method called fragmentation. Okay, and in asexual reproduction it is by making spore. Here it is by zoospores that are flagellated and motile. Okay, and these will germinate and produce new plants. Sexual method is by the fusion of two gametes, gamous sexual reproduction, anisogamous and oogamous sexual reproduction. In isogamous, the gametes will be in similar size. Anisogamous anengil, the fusion between two gametes which are dissimilar. That is, example is Eudorina. And the third one is oogamous. Static one is the larger, that is the female, and the smaller one is the male, that is having flagella and it is motile. Example of oogamous is volvox and fucus. Okay, so we can see reproduction of algae in this paragraph. ബാക്കി ചിത്രങ്ങൾ നമ്മൾ പുറകെ പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. Algae are useful to man in a variety of ways. At least a half of the total carbon dioxide fixation on earth is carried out by algae through photosynthesis. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ആയിട്ട് ആൽഗീസ് സഹായിക്കുന്നു. And being photosynthetic, they increase the level of dissolved oxygen in their immediate environment. So നമ്മൾ പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷനും സഹായിക്കുന്നു. അങ്ങനെ എൻവയോൺമെൻറ്റിലെ ഓക്സിജൻ്റെ ലെവൽ കൂട്ടാൻ, അതായത് ഫോട്ടോസിന്തറ്റിക് ആണല്ലോ, ക്ലോറോഫിലൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു നേരത്തെ. അപ്പോൾ they are photosynthetic, so they can fix carbon dioxide in them and produce oxygen. Okay, they are paramount importance as primary producers of energy rich compounds which form the basis of food cycles of all aquatic animals. So aquatic animals ഒക്കെ ഒരു മെയിൻ ഫുഡ് ഐറ്റം എന്ന് പറയുന്നതാണ് ആൽഗി. സോ ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓഫ് എനർജി റിച്ച് കോമ്പൗണ്ട്സ് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫുഡ് സൈക്കിളിൻ്റെ, നമ്മൾ ഫുഡ് സൈക്കിളൊക്കെ പഠിച്ചിട്ടില്ലേ, ഫുഡ് സൈക്കിളിൻ്റെയൊക്കെ തുടക്കത്തിലുള്ള പ്രൈമറി ആയിട്ട് വരുന്ന ആൾക്കാരാണ്. And many species of Porphyra, Laminaria and Sargassum are among 70 species of marine algae used as food. ചില ആൽഗകൾ നമ്മൾ ഫുഡായിട്ട് നമ്മൾ ഡയറക്റ്റ് കഴിക്കും, മനുഷ്യന്മാർ കഴിക്കും. അതിൽ ഏകദേശം 70 സ്പീഷീസ് ഓഫ് മറൈൻ ആൽഗി നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് 3 എണ്ണത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടിരിക്കുന്നത്. അതാണ് പോർഫൈറ, ലാമിനാരിയ ആൻഡ് സർഗാസം. ദീസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. Certain marine brown and red algae produce large amounts of hydrocolloid. നമ്മൾ ഇനി ടൈപ്പിലേക്ക് വരും, അപ്പം നമുക്ക് ഈ ബ്രൗൺ ആൽഗി എന്താ, ഗ്രീൻ ആൽഗി എന്താണെന്നെല്ലാം നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം മെറൈൻ, അപ്പോൾ ഇത് ഈ പാരഗ്രാഫിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ യൂസസ് ആയിട്ട് മെയിൻ പറയുമ്പം കാര്യമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം മെറൈൻ ആൽഗീസ് നമ്മൾ ഫുഡായിട്ട് കഴിക്കുമെന്ന് പറഞ്ഞു. പോരാത്തതിന് സെർട്ടീൻ മറൈൻ ബ്രൗൺ ആൻഡ് റെഡ് ആൽഗി പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രോകൊളോയിഡ്. നമുക്ക് ഹൈഡ്രോകൊളോയിഡുകൾ കേട്ടിട്ടുണ്ടോ? വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസുകളാണ്. ഹൈഡ്രോകൊളോയിഡ് സബ്സ്റ്റൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതും ഒരു യൂസിൽ കൂട്ടാം. എക്സാമ്പിൾ ആൽജിൻ ആൻഡ് കെരാജിൻ. കൊമേഴ്ഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള ഹൈഡ്രോകൊളോയിഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് എമൗണ്ട്സ് ബൈ ദീസ് ആൽഗീസ്. ഓക്കെ, അപ്പോൾ അതൊരു യൂസ് ആയല്ലോ. Then agar, one of the commercial products obtained from Gelidium and Gracilaria, are used to grow microbes and in preparation of ice creams and jellies. അപ്പം ജെല്ലീസും ഐസ്ക്രീംസൊക്കെ ഉണ്ടാക്കും. അത് ജെല്ലായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യത്തില്ലേ, അഗാറൊക്കെ. ആ അഗാർ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദീസ് ആൽഗേസ്. ഓക്കെ, അപ്പോൾ ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ പോലെയുള്ള ആൽഗകളിൽ നിന്നാണ് അഗാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ അഗാർ ഐസ്ക്രീമും ജെല്ലീസും ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലാബുകളിലൊക്കെ മൈക്രോബിനെ വളർത്തി നമ്മൾ കൾച്ചറൊക്കെ ചെയ്യണ്ടേ, അതുപോലെ പരീക്ഷണങ്ങൾ ചെയ്യാനും ഒരു അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ മൈക്രോബ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണ് അഗാർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു യൂസ് ആയല്ലോ. ദ നെക്സ്റ്റ് ഈസ് Chlorella, a unicellular algae rich in protein, is used as food supplement even by space travelers. So space travelers Chlorella പോലെയുള്ള ആൽഗകളാണ് കൊണ്ടുവന്നത്, യൂസ്ഡ് ആസ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ
യൂസസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓഫ് എനർജി റിച്ച് കോമ്പൗണ്ട്സ്, then they are used as food and for the production of hydrocolloids and also used as food supplement by space travelers. അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് ആൽഗകളുടെ ക്ലാസിഫിക്കേഷനൊക്കെ പഠിക്കാം. അതിനു മുമ്പ് ആൽഗയുടെ ജനറൽ ഫീച്ചേഴ്സ് എല്ലാം നല്ലോണം തറമായിരിക്കണം. അതിന് വീണ്ടും 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 ടെക്സ്റ്റ് വായിക്കുക, കുറേയൊക്കെ എഴുതി പഠിക്കുക. ഓക്കെ, നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.